എന്നെ ഷൂട്ട് ചെയ്യണോ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെയ്താൽ പോരെ? ഇങ്ങനെ നിങ്ങൾക്കും തോന്നാറുണ്ടോ? അതായത് ഇപ്പൊ ചെയ്യണ്ട, പിന്നെ ചെയ്യാം, അല്ലെങ്കിൽ നാളെ ചെയ്യാം, അങ്ങനെ നിങ്ങളിത് നീട്ടി നീട്ടി വെച്ച് അവസാന നിമിഷം വരയ്ക്കും പോകും. ഇതിന് നമ്മൾ പ്രൊക്രാസ്റ്റിനേഷൻ എന്നാണ് പറയുന്നത്. ഇതിന് പിന്നിലെ കാരണം എന്താ? വേറെ ഒന്നുമല്ല, നല്ല അസൽ മടി. അപ്പൊ നമ്മൾ അതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഹലോ ഓൾ, ദിസ് ഇസ് അനൂജ ആൻഡ് യു ആർ വാച്ചിങ് എസെൻസ് ഓഫ് സയൻസ്. അപ്പൊ എന്താണ് പ്രൊക്രാസ്റ്റിനേഷൻ എന്നും എങ്ങനെ നമുക്ക് ഈ മടി മാറ്റാം, എങ്ങനെ നമ്മുടെ ലൈഫിനെ കുറച്ചും കൂടി ഒന്ന് ഓർഗനൈസ്ഡ് ആക്കാം, അങ്ങനത്തെ കുറച്ച് പോയിന്റ്സ് ഒക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് നമ്മൾ ഒരു പ്രോപ്പർ റുട്ടീൻ നമ്മുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യണം. അതായത് നല്ലൊരു ചിട്ട നമ്മൾ നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുത്തണം. അതാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യ സംഭവം. ബ്രെയിനിന് ഇങ്ങനത്തെ പാറ്റേൺസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനത്തെ ഫിക്സ്ഡ് പാറ്റേൺസ്. അപ്പൊ അങ്ങനെ നമ്മുടെ ബ്രെയിനകത്ത് ഒരു ഫിക്സ്ഡ് പാറ്റേൺ വെച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ കുറച്ചും കൂടിയും ഷാർപ്പൻ ആവാൻ, പിന്നെ നമുക്ക് ഈ മടി മാറ്റാനായിട്ട് കുറച്ചും കൂടി എനർജൈസ്ഡ് ആവാനും, പിന്നെ നമുക്ക് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പൊ പ്രോപ്പർ ആയിട്ട് ഒരു ലൈഫ് ഓർഗനൈസ്ഡ് ആയാൽ തന്നെ നമ്മുടെ ജീവിതം ഒരുപാട് മാറിയെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇനി സെക്കൻഡ് തിങ് ആണ് ദി 5 മിനിറ്റ് റൂൾ. 5 മിനിറ്റ് റൂൾ ഒന്നുമല്ല, അതായത് ചെറിയ കാര്യങ്ങളൊക്കെ അപ്പൊ തന്നെ തീർക്കുക. അത് പിന്നത്തേക്ക് നീട്ടി വെക്കാതെ, നാളത്തേക്ക് വെക്കാതെ അപ്പൊ തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കി വെക്കുക. ഇനിയിപ്പോ എങ്ങാനും നിങ്ങൾക്ക് വലിയൊരു ടാസ്ക് ചെയ്യാനുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ കുഞ്ഞു കുഞ്ഞാക്കിയിട്ട് ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾ നോക്കുക. ഇപ്പൊ ഒരു ഉദാഹരണം, നിങ്ങൾക്ക് ഒരു ഫുൾ ബുക്ക് എഴുതാനുണ്ടെങ്കിൽ ആ ഫുൾ ബുക്ക് എഴുതൊന്നും വേണ്ട, അറ്റ്ലീസ്റ്റ് ഒരു പാരഗ്രാഫ് എങ്കിലും ഒരു ദിവസം എഴുതും. അങ്ങനെ ഒരു തീരുമാനത്തിലോട്ടേക്ക് നിങ്ങൾ ചെയ്യുക. അപ്പൊ അങ്ങനെയാവുമ്പോൾ ഇങ്ങനത്തെ 5 മിനിറ്റ് ടാസ്ക് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാനും പറ്റും, അധികം ബോർ അടിക്കത്തുമില്ല. അപ്പൊ നിങ്ങളുടെ ബ്രെയിനിന് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും, ഓക്കെ എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ വലിയ ഒരു മല നിങ്ങൾക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുന്നുകൾ പോലെ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ, ഓ ഇത് ഈസി ആണല്ലോ, എന്നെ കൊണ്ട് സാധിക്കുമല്ലോ, അങ്ങനെ ഒരു കോൺഫിഡൻസ് നിങ്ങൾ തന്നെ അറിയാതെ നിങ്ങളുടെ മനസ്സിനകത്ത് വരും. അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ടാസ്ക് നിങ്ങൾക്ക് ഈസിലി ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ചേഞ്ച് യുവർ എൻവയോൺമെന്റ്. നിങ്ങളുടെ ആ ഒരു ലേസിനെസ് അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എൻവയോൺമെന്റ് ഒന്ന് മാറ്റുക. ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ആഫ്റ്റർ ലോക്ക്ഡൌൺ ഒക്കെ എല്ലാവരും സോഷ്യൽ മീഡിയ, ഗാഡ്ജറ്റ്സ് അതിലോട്ടേക്കൊക്കെ ഭയങ്കര അങ്ങോട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയി പോകുന്നുണ്ട്. അപ്പൊ ഈ ഗാഡ്ജറ്റ്സ് ഒക്കെ അപ്പൊ അങ്ങനെ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോഴാണ് നിങ്ങളുടെ ഫോക്കസും കോൺസെൻട്രേഷനും ഒക്കെ കൂടത്തുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾക്ക് കുറച്ച് ആപ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. കോൾഡ് ടർക്കി, ഫോറസ്റ്റ്, ഫ്രീഡം ടു ഫോക്കസ്, അങ്ങനെയൊക്കെ ഒരുപാട് ആപ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളുടെ ഈ സ്ക്രീൻ ടൈം റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. ആൻഡ് നിങ്ങളുടെ വർക്കിൽ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഒരു ഡെഡ് ലൈൻ ഫിക്സ് ചെയ്യുക എന്നുള്ളത്. ഒരു സമയം അല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾ ഫിക്സ് ചെയ്യുക. അതായത് നാളെ ഞാൻ ഈ സമയമാകുമ്പോഴേക്കും ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കും. അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിനോട് പറയും, ഓക്കെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യണം, തോറ്റുകൂടാൻ പാടില്ല. അങ്ങനത്തെ ഒരു ചിന്ത നിങ്ങൾ തന്നെ അറിയാതെ നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടാവും. അപ്പൊ ആ ഒരു ടാസ്ക് നിങ്ങൾക്ക് വളരെയധികം ഈസി ആയിട്ട് ഒരു മടിയും കൂടാതെ കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കാവുന്നതാണ്. അടുത്ത സംഭവമാണ് ടു റിവാർഡ് യുവർ സെൽഫ്. നിങ്ങൾ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് നിങ്ങൾ ചെയ്ത് തീർക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളെ സ്വയം റിവാർഡ് ചെയ്യുക. എന്തെങ്കിലും കുഞ്ഞൊരു സംഭവമായാലും മതി. അപ്പൊ അത് നിങ്ങൾക്ക് ഒരു സെൽഫ് ഗ്രാറ്റിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആൻഡ് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു ഫുഡോ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു സംഭവമായിരിക്കാം, അങ്ങനെ നിങ്ങൾ സ്വയം നിങ്ങളെ റിവാർഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ എന്തോ നേടി എന്നുള്ളൊരു തോന്നൽ വരും. ആൻഡ് ദ ലാസ്റ്റ് തിങ് ഇസ് ദാറ്റ് നിങ്ങളെ സ്വയം തന്നെ കോൺഫിഡന്റ് ആക്കുക. നിങ്ങളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും, ഓക്കെ എന്നെ കൊണ്ട് അത് സാധിക്കും, എന്തായാലും നമ്മൾ ചെയ്യേണ്ടതാണ്, അങ്ങനെ സ്വയം പറയാം. അപ്പൊ അത്രയേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഇങ്ങനത്തെ യൂസ്ഫുൾ ടിപ്സ് ആയിട്ട് ഒരുപാട് വീഡിയോസ് എന്റെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും മടി കൂടാതെ ചാനൽ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആൻഡ് എത്ര പേര് മടി കൂടാതെ ഈ വീഡിയോ ഫുൾ കണ്ടു എന്ന് കമന്റ് ചെയ്തിട്ട് തന്നെ അറിയിക്കുക. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.